ഓം യേ യഥാ മാം പ്രപദ്യന്തെ താംസ്തഥൈവ ഭജാമ്യഹം മമ വത്മാനുവർത്തന്തെ മനുഷ്യാ പാർത്ഥ സർവശഃ. യേ യഥാ ജനങ്ങൾ ഏതു പ്രകാരമാണോ മാം പ്രപദ്യന്തെ എന്നെ ഭജിക്കുന്നു, താൻ തഥാ ഏവ അവരെ അതേപോലെ തന്നെ അഹം ഭജാമി ഞാൻ അനുഗ്രഹിക്കും. പാർത്ഥ അർജുന, മനുഷ്യാഹ സർവശഃ എല്ലാ മനുഷ്യരും മമ വത്മാ എന്റെ പാതയെ അനുവർത്തന്തെ പിന്തുടരുന്നു എന്ന് നമ്മുടെ ഗീതാമാധുര്യത്തിൽ പഠിക്കേണ്ട ശ്ലോകം 11-ാമത്തെ ശ്ലോകം ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൽ. ഈ ശ്ലോകത്തിന്റെ അർത്ഥമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി ഞാൻ ഇതിന്റെ ഗീതാമാധുര്യം പറയാം. അപ്പൊ കുറച്ചും കൂടി സ്പഷ്ടമായിട്ട് നമുക്കത് പഠിക്കാൻ സാധിക്കും. ജനങ്ങൾ എപ്രകാരമാണോ എന്നെ ഭജിക്കുന്നത് അർജുന, അവരെ അതേപോലെ ഞാൻ അനുഗ്രഹിക്കും. എല്ലാ മനുഷ്യരും എന്റെ പാതയെ പിന്തുടരുന്നു എങ്കിൽ ഞാൻ ആ മനുഷ്യരുടെ കൂടെ ഉണ്ടാവും. എന്റെ പാത പിന്തുടരുന്നവരുടെ കൂടെയേ ഞാൻ ഉണ്ടാവും, അല്ലാത്തവരുടെ കൂടെ എനിക്ക് നിൽക്കാൻ കഴിയില്ല. ഇവിടെയാണ് ഭഗവാൻ എന്ന് പറയുന്ന ആ മഹാസത്യത്തിന്റെ ഒരു പൊരുള് നമുക്ക് കിട്ടുന്നത്. അതായത് നമുക്കൊരു നിരീശ്വരവാദിയാണെങ്കിൽ ഒരിക്കലും ഭഗവാനെ സ്മരിക്കാനോ ഭഗവാന്റെ ചിന്തകളിലേക്ക് വരാനോ ഒന്നും അവർക്ക് കഴിയില്ല. അങ്ങനെയുള്ളവരുടെ കൂടെ ഭഗവാൻ ഉണ്ടാവോ എന്ന് ചോദിച്ചാൽ, ബാഹ്യമായ നിരീശ്വരവാദികൾ ആന്തരികമായ പ്രാർത്ഥനയുടെ അവസ്ഥയിലാണ് പലപ്പോഴും ഉണ്ടാവുന്നത്. പൂമൂടലൊക്കെ നമുക്ക് അറിയാലോ, ഓർമ്മയില്ലേ? പക്ഷെ ബാഹ്യമായ പ്രകടനങ്ങളിലല്ല, ആന്തരികമായിട്ട് പോലും നിരീശ്വരവാദമാണ് പറയുന്നതെങ്കിൽ അവരുടെ കൂടെ ഭഗവാന് നിൽക്കാൻ കഴിയൂല. അവരുടെ ജീവിതചര്യ വളരെ നാശത്തിൽ ചെന്നിട്ടാണ് അവസാനിക്കുകയും ചെയ്യാം. പക്ഷെ അവസാന കാലഘട്ടത്തിൽ ഈ ആളുകൾ തന്നെ ഭഗവാനെ ശരണം എന്ന് വിളിക്കേണ്ടി വരികയും ചെയ്യും. നമുക്ക് പച്ചയ്ക്കറിയാം. ഞാൻ അധികം വിശദീകരിച്ചാൽ ഗീതാമാധുര്യത്തുനിന്ന് ഒരു ഇത്തിരി തെറ്റിപ്പോവോ എന്ന് വിചാരിച്ചിട്ടാണ്. ശബരിമലയില് കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നവരെ ഒരു തല തൊട്ട് മറുതല വരെ അടിച്ചു ഒതുക്കി പോലീസിനെ കൊണ്ട് പാവപ്പെട്ട മുത്തശ്ശിമാരെ പോലും കാലുകൊണ്ടും ബൂട്ടുകൊണ്ടും ചവിട്ടി അരയ്ക്കുന്ന പോലീസിന്റെ നിഷ്ഠൂരത നമ്മൾ കണ്ടതല്ലേ, നമ്മൾ കണ്ടല്ലോ. അപ്പോ നമ്മൾ ഹൈന്ദവ സമൂഹം അധികം ഒന്നും പ്രതികരിച്ചിട്ടില്ല അല്ലേ? 84 വയസ്സായ മുത്തശ്ശിയുടെ പേരിൽ വരെ 10-12 കേസ് ചാർത്തിയിട്ടുള്ള നരാധമ പ്രവർത്തനം. സഹിക്കാൻ പറ്റാത്ത പ്രവർത്തനമായിരുന്നു. നമ്മൾ പ്രതികരിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, അവിടെ നിന്ന് ഇങ്ങോട്ട് 2 വർഷം തികയുമ്പോ ആ നരാധമ പ്രവർത്തനം ചെയ്തവരുടെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേട് അയ്യപ്പസ്വാമി ഉണ്ടാക്കിയെങ്കിൽ അതിലെ പലർക്കും അവരുടെ സ്ഥാനമാനങ്ങൾ പോലും നഷ്ടപ്പെട്ടുവെങ്കിൽ, മയക്കുമരുന്നും മാഫിയയെയും ശബരിമലയ്ക്ക് കയറ്റാൻ ശ്രമിച്ച അതേ ആളെ മയക്കുമരുന്നിന്റെ പേരിൽ തന്നെ വീട്ടിന്റെ അകത്തളത്തിൽ കൊണ്ടുപോയിട്ട് ഇരുത്തിയെങ്കിൽ സ്വാമിയെ ശരണമയ്യപ്പ. എന്താണ് അതിന്റെ കാരണം? സ്മരിക്കാത്തത് കൊണ്ടും ഭജിക്കാത്തത് കൊണ്ടും നാമജപത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ടും തന്നെയാണ്. അപ്പൊ നിരീശ്വരവാദത്തിന്റെ പേരിൽ ഈശ്വര വിശ്വാസികളുടെ മേൽ കടന്നു കയറിയാൽ കടന്നു കയറുന്നവൻ വീടിന്റെ മൂലയിൽ ഇരിക്കേണ്ടി വരും എന്ന ഗതികേട്.
അതിനുള്ള ഒരു നേതാവിന് പോലും മുഖം കാണിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ താഴ്ന്ന് അധപ്പതിച്ച് നശിച്ചു പോയെങ്കിൽ അതാണ് അവരുടെ ഗതികേടെന്ന് പറയുന്നത്. അപ്പോ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് ഭാഗികമായി കിട്ടേണ്ട കാര്യമല്ല, ബാഹ്യമായി കിട്ടേണ്ട കാര്യമല്ല, ആന്തരികമായി നമ്മുടെ അകത്തളത്തിൽ ഹൃദ്യമായി നമ്മൾ സൂക്ഷിക്കേണ്ട അപാരമായ തേജസ്സിന്റെ പേരാണ് ഭക്തി. ആ തരത്തിൽ എന്നെ ഭജിച്ചാൽ, ആ തരത്തിൽ എന്നെ ജപിച്ചാൽ, ആ തരത്തിൽ എന്നെ കുറിച്ച് ചിന്തിച്ചാൽ അവരുടെ കൂടെ ഞാനുണ്ടാകും. അനുഗ്രഹാശിസ്സുകൾ ചൊരിഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടാകും. ഇതിന്റെ ഒരു ശാസ്ത്രീയ വശം പറയാം. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശ്രദ്ധയെയും ഒരൊറ്റ കേന്ദ്രബിന്ദുവിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ പ്രപഞ്ചത്തിലെ മുഴുവൻ പോസിറ്റീവ് എനർജിയും നമുക്ക് സംഭരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പോസിറ്റീവ് എനർജിയുടെ പേരാണ് മഹാവിഷ്ണു. അത് നമുക്ക് സംഭരിക്കാൻ പറ്റും. അപ്പൊ പ്രപഞ്ചത്തിലുള്ള ഊർജത്തെ മനുഷ്യർക്ക് അവരുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ പറ്റും. പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഊർജത്തെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം. പെട്രോൾ ഒഴിച്ച് കാറോ ബസ്സോ ഇതൊക്കെ ഓടിക്കാം. എന്നാൽ ആ പെട്രോൾ ഉപയോഗിച്ച് തന്നെ മനുഷ്യനെ നശിപ്പിക്കുവാനും കഴിയും. പെട്രോൾ ഒഴിച്ച് കത്തിച്ചാൽ മതി. ഒരാളുടെ ശരീരത്തിൽ ഒഴിച്ച് തീ കൊളുത്തിയാൽ മതി, അയാൾ കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോവും. ഇവിടെ ഈ പെട്രോൾ എന്ന് പറയുന്ന സാധനം ഭഗവാൻ തരും. പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അത് മനുഷ്യകുലത്തിനെ നശിപ്പിക്കാൻ ഉപയോഗിക്കണോ അതോ മനുഷ്യകുലത്തിന് ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കണോ എന്നുള്ളതാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് ഇതിൽ യാതൊരു പങ്കുമില്ല. നല്ലത് ചെയ്താൽ അവരെ ഭഗവാൻ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, എന്നെ തന്നെ പരമാത്മാവിനെ പ്രാപിക്കാൻ എല്ലാവരും പരിശ്രമിക്കണം. അതിനുള്ള വഴി പ്രാർത്ഥനയാണ്, നാമജപമാണ്. അതിലൂടെ മാത്രം എന്നെ ജപിക്കൂ, എന്നെ ഭജിക്കൂ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഭഗവാൻ പറഞ്ഞതുകൊണ്ടാണ്. സ്പഷ്ടമാണ്, വ്യക്തമാണ്. ഇനി ഇതിനപ്പുറം ഒന്നും പറയാനില്ല. നാളെ കാണാം. ഗീതൈവ പരമോധരം. നമസ്കാരം. ഇന്നത്തെ ദിവസം ഏറ്റവും നല്ല ദിവസമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വിദ്യയേകണേ വിജയമേകണേ വിശ്വദർശനമേകണേ വിനയമേകണേ സഹനമേകണേ വിശ്വദാസനായി തീർക്കണേ. അച്ഛനമ്മ ഗുരുവൃന്ദത്തെയും നിത്യം പൂജിക്കാൻ കഴിയണേ. സഹജരോടും ചരാചരത്തോടും കരുണയുള്ളിൽ നിറയണേ. സത്യമോതുവാൻ ശക്തിയേകണേ. സജ്ജനങ്ങൾ കൂട്ടാകണേ. സുഖദുഃഖങ്ങളെ സമമായി കാണുവാൻ സകലേശായെന്നിൽ കനിയണേ. നൊന്തു പ്രാർത്ഥിക്കും നേരമെപ്പോഴും നെഞ്ചിൽ സാന്ത്വനമേകണേ. അക്ഷയാമൃത വാരിധി എന്നിൽ അറിവായെന്നും വിളങ്ങണേ. വിദ്യയേകണേ വിജയമേകണേ വിശ്വദർശനമേകണേ വിനയമേകണേ സഹനമേകണേ വിശ്വദാസനായി തീർക്കണേ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നമസ്കാരം.